സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സി വിയിലൊക്കെ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ആ ഒരു ജോബ് പ്രൊഫൈലിൽ മാച്ച് ആവുന്നതാണ്. നമ്മുടെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് മെനി അതർ തിങ്സ്, റൈറ്റ്? നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ലീഡർഷിപ്പ് സ്കിൽസ്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സൊക്കെയാണ് നമ്മളെ യുണീക്ക് ആക്കുന്നത്. ബാക്കിയുള്ള എംപ്ലോയീസിൽ നിന്നും ബാക്കിയുള്ള നമ്മുടെ കൊളീഗ്സിൽ നിന്നെല്ലാം നമ്മളെ ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡ് ആയിട്ട് നിർത്തുന്നത് ഈ പറഞ്ഞ ഫാക്ടേഴ്സാണ്. എസ്പെഷ്യലി ഞാനിപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ ഒരു കരിയർ ജേർണി എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് എല്ലാം എനിക്ക് വാല്യൂ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളതൊക്കെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിലും അതുപോലെ തന്നെ ഒരു MNC പോലത്തെ ഫേംസിലും അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്സിലൊക്കെയാണ്. ലൈക്ക് പ്രോപ്പർ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ ഇതൊക്കെയുള്ള കമ്പനീസിലാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ് സ്കിൽസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു അബൌട്ട് ദ ഫസ്റ്റ് സോഫ്റ്റ് സ്കിൽ ഐ എം ഗോയിങ് ടു ഡിസ്കസ്. അത് ആക്റ്റീവ് ലിസണിങ് ആണ്. ലിസണിങ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് യു വാണ്ട് ടു ഹാവ്. ഇപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, ക്ലയൻറ്റ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അവരെ ഇൻട്രപ്റ്റ് ചെയ്യരുത്. അവർ ഇൻട്രപ്റ്റ് ചെയ്യാതെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ നമ്മൾ കേൾക്കുക. ആൻഡ് ടെൽ ദം. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടതിന് ശേഷം നമുക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. മുഴുവൻ മിണ്ടാതിരുന്ന് കേൾക്കുക ആ സെൻസിലല്ല, മനസ്സിലാക്കി കേൾക്കുക. ആൻഡ് അവരത് പറഞ്ഞു തീരുമ്പോഴത്തേക്കും നമ്മൾ പ്രോസസ്സ് ചെയ്ത് തിങ്ക് ചെയ്തിട്ട് നമുക്ക് അവർക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനുണ്ടാവണം. അല്ലാതെ അവർ മുഴുവൻ പറയുന്നത് വീണ്ടും അവരെ കൊണ്ട് പറയിപ്പിക്കുക, വേറെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലൊരു ആൻസർ പറയുക, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാതെ ഓക്കെ വി വിൽ ചെക്ക് എന്നുള്ളത് പറയുന്നതിന് പകരം അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് ആ ഒരു പ്രോബ്ലം എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ആ ഒരു കോൾ കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലയൻറ്റിനെ നമുക്ക് കുറേ നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ പറയത്തില്ലേ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുന്നത് പോലെ കസ്റ്റമർ റിട്ടൻഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. ഞാൻ ഈ ആക്റ്റീവ് ലിസണിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിലാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫീൽഡിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ബാക്കി ഏതൊരു ഫീൽഡിലും നമുക്ക് ആക്റ്റീവ് ലിസണിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനോട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുക, ഒരു പോസിറ്റീവ് അപ്രോച്ച് എല്ലാത്തിനും കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു അഡാപ്റ്റബിലിറ്റിയിൽ പറയുന്നത്. ഇപ്പം പെട്ടെന്ന് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു മാനേജ് ഡിഫറെൻറ്റ് സിനാരിയോസ്. സോ ദാറ്റ് ഇസ് കോൾഡ് അഡാപ്റ്റബിലിറ്റി. ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ദെൻ പ്രോബ്ലം സോൾവിങ്, ഇറ്റ് ഇസ് എ മസ്റ്റ് തിങ്. ഞാൻ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഞാൻ മസ്റ്റ് റെക്കമെൻഡ് ആയിട്ട് പറയുന്ന ഒരു സ്കില്ലാണ് ഈ പറഞ്ഞൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. ബിക്കോസ് എപ്പോഴും ഒരു ക്ലയൻറ്റ് വരുന്നത് പല ചലഞ്ചസ് ആയിട്ടായിരിക്കും. നമ്മൾ പോലും പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ടാവത്തില്ല ഇന്ന് ഇവർ ഈ ഒരു ടോപ്പിക്കുമായിട്ടാണ് വരുന്നത് എന്നുള്ളത്. സോ ബി പ്രിപ്പയർഡ്. നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രോബ്ലം സോൾവിങ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ. ബിക്കോസ് ലൈക്ക് നിങ്ങൾ കുറേ നാളത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈവൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടെ യുവർ ഒബ്സർവേഷൻ മാറ്റേഴ്സ്. നമ്മൾ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക, നമ്മളും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ എക്സ്പ്ലനേഷൻസും നമ്മുടെ ഒരു വേ ഓഫ് എക്സിക്യൂഷനൊക്കെ എന്തായിരിക്കും ആ ഒരു പ്രോബ്ലത്തിലുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവിങ് എന്നൊരു സ്കില്ല് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നൊരു ദിവസം ഡെവലപ്പ് ആവുന്നൊരു സ്കില്ലല്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ഡു ഇറ്റ് പ്രോപ്പർലി. സോ ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ഒബ്സർവേഷൻ, ലോട്ട്സ് ഓഫ് പ്ലാനിങ്. ഈവൻ ദോ പ്ലാനിങ് എക്സിക്യൂഷനിൽ പോയില്ലെങ്കിലും പ്ലാനിങ്, റീപ്ലാനിങ്, ഓൾ ദീസ് തിങ്സ് ആണ് പ്രോബ്ലം സോൾവിങ് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നതിലേക്കുള്ളൊരു വഴി എന്ന് പറയുന്നത്. സോ ഈ കാര്യം എല്ലാം ചെയ്താൽ യു വിൽ ബി എ ഗുഡ് പ്രോബ്ലം സോൾവർ, which is going to help you immensely in digital marketing journey. I think this is one of the core skills that a person needs in digital marketing. Problem solving, thinking skill, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഐ വിൽ ടെൽ യു ഇസ് അബൌട്ട് ടീം വർക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ആ ടീമിലത്തെ എല്ലാവരും കൂടെ ഒന്നിച്ച് ആ ഒരു വർക്കിന് വേണ്ടി ഈക്വൽ ഇൻപുട്ട് ഇട്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ടീമിൽ ഭയങ്കര 100% എഫേർട്ട് ഇടുന്നു, വേറൊരാൾ ഒട്ടുമേ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ എൻ്റെ 100 അല്ലെങ്കിൽ 200% അവിടെ വാലിഡേറ്റ് ആവത്തില്ല. സോ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ടീം വർക്ക് സോഫ്റ്റ് സ്കിൽ ഇൻ യുവർ സെൽഫ്. ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. ദെൻ ദ നെക്സ്റ്റ് തിങ് ഇസ് ലീഡർഷിപ്പ്. ഇപ്പോൾ നമ്മളൊരു ടീം ലീഡർ എന്നുള്ളൊരു പൊസിഷൻ കമ്പനീസിൽ ഉണ്ടാവും. ദാറ്റ് ഇസ് ടു മാനേജ് എവറിത്തിങ്. ഒരു 5-10 ആൾക്കാർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഒന്നിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക, ഓരോരുത്തരുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്ത് എത്തി എന്നുള്ളത് നോക്കുക, ഓരോ ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ടീം ലീഡറിൻ്റെ ഒരു ജോബ് റോളായിട്ട് വരുന്നത്. പക്ഷേ ഒരു കമ്പനിയിൽ ഒരു ഡെസിഗ്നേഷൻ മാത്രമാണ് ടീം ലീഡർ. ആ ടീമിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ഒരു ടീം ലീഡർ ആവാൻ പറ്റും.
അതാണ് നിങ്ങളെല്ലാവരും ആവേണ്ടത്. നിങ്ങളുടെയിൽ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു എഫേർട്ടിൽ കൊണ്ടുപോകാൻ പാകത്തിനുള്ളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം. ഒരാൾ വന്ന് ഗൈഡ് ചെയ്താലേ നമ്മൾ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല. നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എനർജി എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എൻ്റെ 100% ഞാൻ ഇടും എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങളത് പയ്യെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് വേറെ ഏത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഒരു മടിയോ അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല. വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് നിങ്ങൾ ആ ഒരു ഫ്ലോ കിട്ടും. സോ ഇറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് സപ്പോർട്ട് മൾട്ടി ടാസ്കിങ്. ആക്ച്വലി മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു അഫക്റ്റ് യു മെൻ്റലി. ബിക്കോസ് നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ആർക്കും ചെയ്യാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്കിപ്പോൾ ആ മൊമെൻറ്റിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് നെക്സ്റ്റ് കാര്യം ചെയ്യാൻ പറ്റും. അത് മൾട്ടി ടാസ്കിങ് ആണെന്ന് ചോദിച്ചാൽ ഒരു മണിക്കൂറിൽ നമ്മൾ 5 കാര്യം ചെയ്യുന്നു. ഇറ്റ് ഇസ് സംവാട്ട് കോൾഡ് മൾട്ടി ടാസ്കിങ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി മൾട്ടി ടാസ്ക്. നമ്മൾ അറ്റ പോയിന്റ് തന്നെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഒരു ടാസ്കിന് ശേഷമാണ് അടുത്ത ടാസ്ക് ചെയ്യുന്നത്. യു ക്യാൻ ഡു മൾട്ടി ടാസ്ക്, ബട്ട് ഇറ്റ് ഇസ് സംവാട്ട് ലൈക്ക് സ്വാപ്പിംഗ് ദ ടാസ്ക് എന്നേ പറയാൻ പറ്റുള്ളൂ, സ്വിച്ചിങ് ദ ടാസ്ക്. അപ്പോൾ ദാറ്റ് ഈസ് ഗുഡ്, ബട്ട് സ്റ്റിൽ ട്രൈ നോട്ട് ടു പ്രഷറൈസ് യുവർ സെൽഫ്. ബിക്കോസ് മൾട്ടി ടാസ്കിങ് ഒക്കെ ഒരു തരത്തിൽ നല്ലതാണ്, പക്ഷേ നമ്മളിത് ലോങ് റണ്ണിലേക്ക് പോകുമ്പോഴത്തേക്കും we will feel exhausted. From my personal experience and from other people I know, from the stories that I've heard from other people, it will be exhausting. So അതുകൊണ്ട് തന്നെ പിന്നീട് ആദ്യമൊക്കെ നമ്മൾ ഒരു മണിക്കൂറിൽ ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡ് ആവും. സോ അത്രയും ഒരു ടയേർഡ് സ്റ്റേജിലേക്ക് പോകുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, ബ്രേക്സ് എടുക്കുക. ഇപ്പോൾ ഒരു ടാസ്ക് ചെയ്തു, ഹാവ് എ ബ്രേക്ക്, ഒരു 5 minutes ബ്രേക്ക്, 2 minutes ബ്രേക്ക് എടുക്കുക, ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ. ഈ ചെറിയ ബ്രേക്സ് എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം സോഫ്റ്റ് സ്കിലിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഐ വാസ് ടെലിംഗ് അനദർ പോയിന്റ്, ബട്ട് എനിക്ക് ഇതും കൂടി ഇവിടെ പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ബിക്കോസ് ഇഫ് യു ആർ ന്യൂ ടു ദീസ് തിങ്സ് ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു ലൈക്ക് ഇങ്ങനെ ചെയ്യണം, ബിക്കോസ് നമ്മൾ ഭയങ്കര മാനിപ്പുലേറ്റഡ് ആയിപ്പോവും. എന്താണെന്ന് വെച്ചാൽ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് വീഡിയോസ്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ടാവും. അവരെല്ലാവരും ഇതുപോലത്തെ ഓരോ ബുക്സ് നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. മൾട്ടി ടാസ്കിങ് ചെയ്യണം, പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അത് അവർക്ക് വർക്കൗട്ട് ആയിട്ടുള്ളൊരു മോഡലായിരിക്കും. എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണമെന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ ലീവ് ഇറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം മൾട്ടി ടാസ്കിങ് അല്ല, സ്വിച്ചിങ് ദ ടാസ്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സ്വിച്ച് ചെയ്ത് ചെയ്യുക. സ്വിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ബ്രേക്സ് എടുക്കുക, സോ ദാറ്റ് യു ക്യാൻ ഇൻക്രീസ് യുവർ പ്രൊഡക്ടിവിറ്റി. ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ ദ ലാസ്റ്റ് 10-year ജേർണി. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണത്. ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ എന്ന് പറയുന്നത് പോലെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരാൾ പറയുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആസ്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ, ആസ്ക് ഇൻ എ ഡിഫറെൻറ്റ് മോഡ്. ഇപ്പോൾ ആൾ കോൾ വഴി പറഞ്ഞു മനസ്സിലായില്ല, ടെൽ ഹിം ടു ഇമെയിൽ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ബിക്കോസ് ലൈക്ക് നമുക്ക് അത് കറക്റ്റായിട്ട് കൺവേ ആയില്ല, എന്നിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്ത് മിസ്റ്റേക്ക് ആയി കുറേ സമയം അതിൻ്റെ പേരിൽ സ്പെൻഡ് ആവുന്നതിനെക്കാട്ടിലും ലൂസ് ആവുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇഫ് യു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ. നമ്മളെ പറ്റി നമ്മളൊരു അവെയർ ആയിരിക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. സെൽഫ് അവെയർനെസ് നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രെങ്സ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്, അനലൈസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ക്യാൻ ഡു correctly is also important. So self-awareness is an important thing. Then negotiation. If you are in digital marketing, the one and only thing that you want to convert a project is negotiation. Because I think ഞാൻ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. ബട്ട് അതായത് ഞാൻ ആക്ച്വലി കുറച്ച് ഫീച്ചേഴ്സ് ഞാനൊരു ക്ലയൻറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഐ വോണ്ട് ടേക്ക് ദാറ്റ് ക്ലയൻറ്റ്. ഈവൻ അവരിപ്പോൾ ഞാൻ പറയുന്ന പേയ്മെൻറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനത്തെ ചില റെഡ് ഫ്ലാഗ്സ് ഉണ്ട് ക്ലയൻസിന്. അത് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രം ദ മീറ്റിംഗ് ഐ വോണ്ട് ടേക്ക് ദാറ്റ് ക്ലയൻറ്റ്. ബിക്കോസ് അത് നമ്മുടെ ഇന്നർ പീസ് കളയുന്നൊരു കാര്യമാണ്. നമ്മുടെ തലവേദന കേസ് എന്നൊക്കെ പറയുന്നത് പോലെ തലവേദന ആവാനുള്ള 100% ചാൻസ് ഉള്ളൊരു കാര്യമാണ് ആ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ റെഡ് ഫ്ലാഗ്സിൻ്റെ കാര്യം ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഐ തിങ്ക് മെൻറ്ററിങ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക, കൺവേ ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുക ഇൻ എ ഗുഡ് വേ. ഞാൻ സീനിയറാണ് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടല്ല. ഇതെല്ലാം ഞാൻ പറയുന്ന ഒരു ജെൻറിക് ബാലൻസിൽ വെച്ച് തിങ്ക് ചെയ്യുക. അല്ലാതെ ഞാൻ എക്സ്ട്രീമിലല്ല ഞാൻ പറയുന്നത്. ദീസ് ഓൾ തിങ്സ് ആർ ഗുഡ് ടു ഹാവ് ആസ് എ സോഫ്റ്റ് സ്കിൽ. അപ്പോൾ ഇതിലത്തെ ചില കാര്യങ്ങൾ CV യിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്.
because that shows the quality, that shows your quality. These all are the things which I wanted to tell you regarding soft skills. Improve your soft skills, try to develop your soft skills. All these are important. ഞാൻ കഴിഞ്ഞ എൻ്റെ റീലിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എ ഐ ഒക്കെ വരുമ്പോഴത്തേക്കും കുറേ ടെക്നിക്കൽ സ്കിൽസ് എല്ലാം എ ഐ തന്നെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എ ഐക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നോക്കി മനസ്സിലാക്കി നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ടു സം ഓഫ് യു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ഓൾസോ എനിക്കറിയണമല്ലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. എന്നാലും എനിക്ക് ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ വേണം. ഞാൻ ഇത്രയും പോസിറ്റിവിറ്റി വേണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കും ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ഐ നീഡ് motivation. I need to know that you like this video. So comment and let me know you like this video so that I can do more videos. So subscribe and stay tuned for the next video.